വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കമാകും. ദുബൈയിലും ഷാർജയിലുമാണ് മത്സരങ്ങൾ. ഈ മാസം 20-നാണ് ഫൈനൽ. വെള്ളിയാഴ്ച ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സമ്മർദ്ദങ്ങളില്ലാതെയാണ് മത്സരത്തിനിറങ്ങുന്നതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പറഞ്ഞു. ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്നാണ് വനിതാ T20 ലോകകപ്പ് UAE-യിലെത്തിയത്. ഷാർജയിലും ദുബൈയിലുമാണ് മത്സരങ്ങൾ. UAE സമയം ഉച്ചയ്ക്ക് 2-ന് ഷാർജയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ നേരിടും. വൈകുന്നേരം 6-ന് ദുബൈയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. വെള്ളിയാഴ്ച വൈകിട്ട് ദുബൈയിൽ ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഈ മാസം 6-ന് ഉച്ചയ്ക്ക് 2-നായിരിക്കും ഇന്ത്യ-പാക് പോരാട്ടം. സമ്മർദ്ദങ്ങളില്ലാതെയാണ് കളത്തിലിറങ്ങുന്നതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Go there and enjoy yourself and no pressure because the more important is enjoying yourself in this tournament and putting pressure on yourself because pressure is not going to help you at all. But yeah, that excitement means a lot for us and my message is very simple and very clear. Just go there and enjoy yourself because that is something which is going to help you a lot when you're playing. വയനാട് മാനന്തവാടി സ്വദേശി സജന സജീവൻ, തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ആശാ ശോഭന എന്നീ മലയാളികൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ടീം. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾക്കും ദുബൈ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വേദി. പുരുഷ വനിതാ മത്സരങ്ങളുടെ സമ്മാനത്തുക ഏകീകരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ദുബൈയിലെയും ഷാർജയിലെയും കളിക്കളങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കപ്പ് ആര് സ്വന്തമാക്കുമെന്നറിയാൻ ഒക്ടോബർ 20 വരെ കാത്തിരിക്കണം. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.